അപ്പോൾ നമ്മുടെ ദുബായ് ചെക്കൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അവനെ കാണാൻ പോകുന്ന പോക്കാട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കുഞ്ഞുനാൾ മുതലേ പോകുന്ന ഒരു ബേക്കറി ഷോപ്പ് ഉണ്ട് കേട്ടോ മുള്ളേരിയിൽ. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ അനിയത്തി ഒരുമിച്ച് നാട്ടിൽ പോകുന്നത്, അമ്മയും അച്ഛനും ഇല്ലാണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ബേക്കറിയിലൊക്കെ കയറി കുറച്ച് പഴയകാല ഓർമ്മകൾ പുതുക്കി. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസാണ് ഗഡ്ബഡും ദിൽക്കുഷും. അതിൻ്റെ കൂടെ നമ്മളൊരു പാനിപ്പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗഡ്ബഡും ദിൽക്കുഷും അധികം ഫാൻറ്റസി ഒന്നും ഇല്ലാത്ത ഓവറിങ് ടേസ്റ്റ് ഒന്നും അല്ല, നോർമൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ഗർഭിണിമാരെ കാണാൻ പോകുന്ന പോലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദുബായ് ചെക്കനാണ് ഗൈസ് ഇവൻ. ഇരുന്ന് തട്ടുന്ന തട്ടൽ കണ്ട. അപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും പോകുന്നത് മെയിനായിട്ട് നമ്മുടെ ഇൻറ്റൻഷൻ തന്നെ പുഴയിൽ കുളിക്കാൻ പോകാമെന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ പുഴയൊന്നും ഇല്ല അടുത്തതിന്, ഉണ്ടെങ്കിൽ തന്നെ അവിടെ കുളിക്കാനും പറ്റില്ല. അമ്മ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രീ ആണ്, ആരും ഇല്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. ഭയങ്കര ആക്രാന്തായിരുന്നു എനിക്ക് പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇവളുടെ സ്വന്തം നാടായിട്ട് ഇവക്ക് പോലും ആ വേലി കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. നമ്മുടെ ദുബായ് ചെക്കൻ്റെ അനിയത്തിയാണ് ഈ കാണുന്നത്. ആ പാലത്തിന് ഭയങ്കര വേറെയായിരുന്നു. ഞാൻ എങ്ങനെ കിടന്നതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല കേട്ടോ. കാരണം നിങ്ങൾ ആ വിറയിൽ അത് നമ്മൾ നടക്ക് നോക്കുമ്പോൾ ഭയങ്കര ബാലൻസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ അവർ പേടിത്തോണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഒരു അമ്മാവ് വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ അപ്പുറത്തേലെ കൂടെ ഒരു ഷോർട്ട് കട്ടിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു 2.5 മണിക്കൂറിൻ്റെ നേരത്തെ ഉള്ള കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തൊരു ശ്യാമസുന്ദരമായ നാടല്ലേ. എനിക്ക് എന്തോ ഒരു സമാധാനമായിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.